ഇസ്മായിൽ ഗുരുക്കൾ ഞങ്ങൾ അദ്ദേഹത്തെ സെലക്ട് ചെയ്ത് തന്നെ ഏറ്റവും ക്ഷമാശീലനായ ഒരു അധ്യാപകനാണെന്നുള്ളതാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, കോൽക്കളി എന്നുള്ളത് കാഴ്ചയുള്ളവർക്ക് തന്നെ പഠിക്കാൻ വളരെ പ്രയാസമുള്ളൊരു കലാരൂപമാണ്. അവരെ തന്നെ പലപ്പോഴും ഈ ഗുരുനാഥന്മാരൊക്കെ പല പ്രാവശ്യം ചീത്ത പറയാണ്ടൊക്കെ വഴക്ക് പറയുകയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ക്ഷമയുള്ള, കാരണം അതിനേക്കാളും പ്രയാസമായിരിക്കും അല്ലേ, വളരെ ക്ഷമയുള്ള ഒരു അധ്യാപകൻ എന്ന നിലക്ക് അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും അത് വിജയകരമായി അദ്ദേഹം പൂർത്തിയാക്കുകയും ചെയ്തതാണ്. കോൽക്കളി കളിച്ചപ്പോൾ അവർ പരസ്പരം കണ്ടതേയില്ല, അടവും ചുവടും പിഴച്ചതുമില്ല. എന്നാൽ ആ കളി സദസ്സ് കണ്ടതാകട്ടെ ശ്വാസമടക്കി പിടിച്ചായിരുന്നു. പുളിക്കൽ എബിലിറ്റി ക്യാമ്പസിലെ കാഴ്ചപരിമിതരായ പഠിതാക്കളാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമിയിൽ കോൽക്കളി അവതരിപ്പിച്ചത്. എബിലിറ്റിയിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾ വിവിധ കലാമത്സരങ്ങളിൽ പരിശീലനം നേടിയിട്ടുണ്ട്. കോൽക്കളി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായതിനാൽ മാപ്പിളകലാ അക്കാദമിയുടെ സഹകരണത്തോടെയായിരുന്നു പരിശീലനം. അക്കാദമിയുടെ സ്കൂൾ ഓഫ് മാപ്പിള ആർട്സിലെ കോൽക്കളി അധ്യാപകനായ പന്നിയങ്കര ഇസ്മായിൽ ഗുരുക്കളാണ് പരിശീലകൻ. പി രതീഷ്, എ കെ മാഹിൻ ബഷീർ, പി എ ഷംസുദ്ദീൻ, എ ജയ്സൽ, കെ അഭിനന്ദ്, കെ ശിവകുമാർ, എ പി ഇസ്മായിൽ, പി ഫവാസ്, എ പി അനീസ് റഹ്മാൻ, എം ഉബൈദുള്ള, സി അർജുൻ എന്നിവരാണ് കോൽക്കളി പരിശീലിച്ചത്. കൊണ്ടോട്ടി മാപ്പിളകലാ അക്കാദമിയിലെ ലോഞ്ചിങ്ങിൽ ചടുല വേഗത്തിൽ അവർ കളിച്ചു. കരിമുകിൽ നീക്കിയ ഇതിഹാസമോദിടട്ടെ, സർവരായി പോത്തിടട്ടെ. ആഴിവിലാലെന്ന പൂങ്കുയിലെ അന്ന് കാവലവിലിൻ പേരുകളെ അടിളതും കൂട്ടത്തില് ഒന്ന് കളിമത്തുറപ്പിച്ച പൂഞ്ഞരേ. ആഴിവിലാലെന്ന പൂങ്കുയിലെ അന്ന് പാവനവിലിൻ പേരുകളെ അടിളതും കൂട്ടത്തില് ഒന്ന് കളിമത്തുറപ്പിച്ച പൂഞ്ഞരേ. ഓർത്തിടുമ്പോൾ പൂങ്കുഴിയെ അന്ന് പാവനീൻ പേരുകളെ കവിളകും കൂട്ടത്തിലെ കളിമത്തുറപ്പിച്ച പൂങ്കരേ. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അവരെ കഴിവ് അപാരമാണ്. കാരണം അവർ അത്രയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയും ശ്രദ്ധയോടെ അവർ കേട്ടിട്ടാണ് ഈ കോൽക്കളി എന്ന കലയെ അവർ മനസ്സിലേറ്റി ചെയ്യുന്നത്. അവർക്ക് ഇതിന് മുൻപേ ലേശം ഒരു ടച്ചുള്ള കുട്ടികളും കൂടാണ് കോൽക്കളിയിൽ.
അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അതിനെക്കാട്ടി നന്നായി ചെയ്യുകയാണ്. അതുപോലെ തന്നെ അവരെ പാട്ടിൻ്റെ കാര്യത്തിലും നല്ല പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളാണ് ഇവർ നമ്മളെ കൂടെ നിൽക്കുന്ന ഈ കണ്ണ് കാണാത്ത നമ്മുടെ ശിഷ്യന്മാർ. ഇവർക്ക് വേണ്ടി നമ്മൾ 10-15 ക്ലാസ് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്തും കൊടുക്കുകയാണ്. ഈ കുട്ടികൾ പറഞ്ഞാൽ നമ്മളെ എബിലിറ്റി കുളിക്കലാണ് ഇവരെ സ്ഥാപനം. അവിടെ വെച്ചിട്ടാണ് ഇവർ ഈ കലകൾ മാത്രമല്ല മറ്റുള്ള വട്ടപ്പാട്ട്, അതുപോലെ തന്നെ കുട്ടികളെ ഒപ്പന, ഇങ്ങനെയുള്ള പല കളികളും അവിടെ എബിലിറ്റി എന്ന് പറയുന്ന അവരെ ആ ഇതിൽ ഉണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഈ കുട്ടികളെ കുറഞ്ഞ പഠിക്കലായിട്ടുള്ളൂ. ഇനിയും ഇവർ മുന്നോട്ട് വരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാഴ്ചയുള്ളവർക്ക് പോലും ഒന്ന് പിഴച്ചാൽ സഹകളിക്കാർക്ക് പരിക്കേൽക്കുന്ന കളിയായിട്ട് പോലും അവർ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഭിന്നശേഷി പഠിതാക്കൾക്കായി കൂടുതൽ പരിശീലന പരിപാടികളും അവസരങ്ങളും ഒരുക്കുമെന്ന് അക്കാദമി സെക്രട്ടറി ബഷീർ ചുങ്കത്ര, എബിലിറ്റി ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ കെ അഹമ്മദ് കുട്ടി, അക്കാദമി അംഗം പാറപ്പുറം അബ്ദുറഹ്മാൻ, എബിലിറ്റി ഫൗണ്ടേഷൻ ഭാരവാഹികളായ മുഹമ്മദ് അലി ചിണ്ടക്കാടൻ, ടി പി അബ്ദുൽ കബീർ മോങ്ങം എന്നിവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എയർ 1.